കഴിഞ്ഞ ദിവസമേ ഞാൻ പുട്ടിൻ്റെ വീഡിയോ ഇട്ടില്ലായിരുന്നു. അപ്പം എല്ലാവർക്കും ആ വീഡിയോക്ക് ഇഷ്ടപ്പെട്ടിട്ടാ. എന്നോട് പറഞ്ഞ നല്ല ടേസ്റ്റാണ് ചോദിച്ചാൽ ഞങ്ങൾ വീട്ടിലൊക്കെ ഉണ്ടാക്കി. അപ്പം എനിക്ക് അറിയൊന്നുമില്ലാതെ കഴിക്കാൻ പറ്റിയ പുട്ടിൻ്റെ വീഡിയോ ഇടുമോയെന്ന് ചോദിച്ചിട്ടാ. അപ്പോഴാണ് ഞാൻ ഓർത്തത് കറിയൊന്നുമില്ലാതെ പിന്നെ ഒന്നും നോക്കിയില്ല. എന്തായാലും എൻ്റെ കൂട്ടുകാരൊക്കെ ചോദിച്ചല്ലേ, എൻ്റെ കൂട്ടുകാർ ചോദിച്ച ഓരോരോ റെസിപ്പികൾ ഞാൻ ഓരോ ദിവസമായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യണം കേട്ടോ. കയറി കണ്ട് നോക്കണേ, എല്ലാം വെറൈറ്റി റെസിപ്പികളാണ്. അങ്ങനെ ഞാൻ നേരെ കടയൊക്കെ പൂട്ടിയിട്ട് ആലിഞ്ചോടേക്ക് വിട്ടിട്ടാ. എന്നിട്ട് എന്ത് ചെയ്ത് 200 രൂപക്ക് ചെമ്മീൻ പോയി മേടിച്ച് ആ ചെമ്മീനൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്ത്, പിന്നെ അതിലെ കറിവേപ്പിലയും അതേപോലെ ഒരു സവാള കുഞ്ഞായിട്ട് അരിഞ്ഞതും ഒരു കുഞ്ഞി കഷ്ണം ഇഞ്ചി എടുത്ത് അതും അരിഞ്ഞതിട്ട് കൊടുത്ത്, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും, ഇനി ഇതിലേക്ക് മീറ്റ് മസാല കേട്ടോ ചേർത്ത് കൊടുത്തേക്കണത്, അതേപോലെ ആവശ്യത്തിനുള്ള മുളക് പൊടി, പിന്നെ മഞ്ഞപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് കൈ കൊണ്ട് നന്നായിട്ട് അങ്ങോട്ട് കുഴച്ചെടുത്ത്. ഞാൻ കുഞ്ഞു ചെമ്മീൻ മേടിക്കാനായിട്ടാണ് പോയത്. പക്ഷെ കുഞ്ഞു ചെമ്മീൻ കിട്ടിയില്ലടോ. അതുകൊണ്ടിട്ട് ഞാൻ ഇത്രയുള്ള ചെമ്മീൻ മേടിച്ചിട്ടാ. കുഞ്ഞു ചെമ്മീൻ കിട്ടണമെങ്കിൽ കുഞ്ഞു ചെമ്മീനാണ്ടാ നല്ലത്. അപ്പം ഞാൻ ഇച്ചിരിക്കോളം വെള്ളവും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പം അതേ നമ്മുടെ ചെമ്മീനൊക്കെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തുറന്നു നോക്കിയപ്പോഴില്ലേ വെന്തിട്ടുണ്ട്. പക്ഷെ എന്താണ്, ഇതിൻ്റെ വെള്ളമൊന്നും വറ്റിയിട്ടില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്തെന്നറിയാമോ, തുറന്ന് വെച്ചിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുത്ത്. ഇതിലൊട്ടും വെള്ളം ഇല്ലാതെ വേണം കേട്ടോ നമുക്ക് ഇതാക്കി എടുക്കാനായിട്ട്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അതേ ഇതൊക്കെ നന്നായിട്ട് വറ്റി കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ എടുത്തേക്കണ പുട്ടുപൊടി എന്ന് വെച്ചാൽ KK പുട്ടുപൊടി ഇല്ലേ, തരിയുള്ളത്. ഇതാണ് നമ്മൾ കടയിൽ ഉപയോഗിക്കണ പുട്ടുപൊടി കേട്ടോ. ഇനി ഇതിലേക്ക് ഇച്ചിരിക്കോളം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. 1 ഗ്ലാസ് പുട്ടുപൊടിക്ക് 1 ഗ്ലാസ് വെള്ളം എന്ന് കണക്കിലാണ് ഒഴിച്ചു കൊടുക്കണം. ഇപ്പം നിങ്ങൾ എല്ലാവരും വിചാരിക്കും ഇതെന്താണ് പായസം പോലെ ഇരിക്കണമെന്ന്. ഇനി ഇത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണോളൂ, എന്നാലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടുപൊടി നമുക്ക് കിട്ടുള്ളൂ. ഇതാക്കണ്ട കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ പുട്ടുപൊടിയൊക്കെ നല്ലോണം നനഞ്ഞൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ആ പുട്ടുപൊടിയിലേക്ക് നമ്മളുടെ ചെമ്മീൻ്റെ കൂട്ടില്ലേ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഈ ചെമ്മീൻ തന്നെ വെച്ചിട്ട് പുട്ടുണ്ടാക്കണമെന്നില്ല കേട്ടാ. നമ്മളിപ്പോൾ ബീഫൊക്കെ കറി വെച്ച് കഴിയുമ്പോൾ ബീഫ് അതിൽ നിന്ന് 2-3 കഷ്ണം എടുത്തിട്ട് പിച്ചി കീറിയിട്ട് അതും പുട്ടുപൊടിയിലിട്ടിട്ട് കുഴച്ചിട്ടായാലും പുട്ടുണ്ടാക്കാം. പിന്നെ കുറച്ച് തേങ്ങയും കൂടി ചെറുകിട്ടാൽ മതി. അതേപോലെ മീൻ കറി വെച്ച് കഴിഞ്ഞിട്ട് ചാറക്കൊന്നുമില്ലാതെ മീൻ കഷ്ണം മാത്രം ചട്ടിയിലൊക്കെ കിടക്കൂലേ, അങ്ങനെ ആ മീൻ കഷ്ണം എടുത്തിട്ട് മുള്ളുള്ള മീനല്ല കേട്ടാ, മുള്ളില്ലാത്ത മീൻ വേണം എടുക്കാനായിട്ട്. അങ്ങനെ അത് പിച്ചി കീറിയിട്ടായാലും പുട്ടുപൊടിയിലിട്ടിട്ട് പുട്ടുണ്ടാക്കി എടുക്കാൻ പറ്റും. ഇനി വെജിറ്റബിൾസോ അല്ലെങ്കിൽ ചിക്കനൊക്കെ ഇട്ടിട്ടായാലും പുട്ടുണ്ടാക്കാം. പിന്നെ മുട്ട ചിക്കി ഇട്ടിട്ടായാലും എന്താണെങ്കിലും. അതേപോലെ പഴമില്ലേ, ഏത്തപ്പഴം കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് തേങ്ങ പഞ്ചസാര ഇട്ട് കുഴച്ചിട്ടായാലും പുട്ടുണ്ടാക്കാം. നമ്മളുടെ വീട്ടിൽ എന്താണോ ഉള്ളത് അതൊക്കെ നമുക്ക് ഇട്ടിട്ട് വേണമെങ്കിൽ പുട്ടുണ്ടാക്കി എടുക്കാം കേട്ടോ. അപ്പം നമുക്ക് കറിയില്ലാതെ കഴിക്കാനും പറ്റും. അപ്പോഴത്തേ നമ്മുടെ കറിയില്ലാതെ കഴിക്കാൻ പറ്റിയ നല്ല സോഫ്റ്റും അതേപോലെ നല്ല ടേസ്റ്റും ആയിട്ടുള്ള പുട്ടിവിടെ റെഡി ആയിട്ടുണ്ട്. കട്ടൻ ചായയുടെ കൂടെ നല്ല ചൂട് പുട്ടും കൂട്ടി, അതും മഴയുള്ള സമയത്ത്. മഴയുള്ളപ്പം കഴിക്കാം, മഴയില്ലാത്തപ്പം കഴിക്കാം. ഞാനൊരു നൊസ്റ്റ് പറഞ്ഞേ ഉള്ളു കേട്ടോ. അപ്പം റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉണ്ടാക്കിക്കോ, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അതേ വെറൈറ്റി റെസിപ്പികൾ കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും, അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫാമിലിക്ക് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ കൂട്ടുകാരൊക്കെ ഓരോരോ റെസിപ്പികൾ ചോദിച്ചിട്ടുണ്ട്, അത് ഓരോ ദിവസമായിട്ട് ഇട്ട് തരാം കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോ ഇത്ര നേരം കണ്ടതിന് താങ്ക് യു.